എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇനി എന്താണ് നടക്കാനുള്ളത്? അതിരൂപതയിൽ ആർക്കാണ് ഈ രക്തസാക്ഷികളെ വേണ്ടത്? പരിശുദ്ധ കുർബാനയ്ക്കിടെ അൾത്താരയിൽ നിന്നും ഒരു വൈദികനെ, അതൊരു വൃദ്ധ വൈദികനെ അടിച്ചിറക്കി ചവിട്ടി ഞെരിച്ച് ബലിയർപ്പണത്തിൻ്റെ മഹത്വമെന്ന് അറിയാത്ത വിമത വിഭാഗം. ഇതൊന്നും കണ്ടെന്നും കേട്ടെന്നും നടിക്കാതെ ടൂറിലാണ് മെത്രാന്മാരും. പതിവ് പോലെ അവർ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. തൃപ്പൂണിത്തുറ ഫെറോനിയിലെ പ്രസാദഗിരി പള്ളിയിൽ വിമത വൈദികന്റെ നേതൃത്വത്തിൽ കുർബാന അർപ്പിക്കുകയായിരുന്ന ആ വൃദ്ധ വൈദികനെ ആക്രമിച്ചപ്പോൾ ചവിട്ടി തള്ളിയവൻ കർത്താവിൻ്റെ ഒരു അഭിഷിക്തൻ്റെ മേലാണ് കാല് വച്ചതെന്ന് മറക്കരുത്. യാക്കോബായ ഓർത്തഡോക്സ് സംഘർഷങ്ങളിൽ പോലും ബലിയർപ്പിക്കുന്ന ഒരു വൈദികനെ വിശ്വാസികളോ അവിടുത്തെ വിമതരോ ഇതുപോലെ ചവിട്ടി അരച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. എന്തായാലും 2025 ഫെബ്രുവരി 1 ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ കറുത്ത ദിനം തന്നെയാണ്. ജെറിൻ പാലത്തിങ്കൽ എന്ന വിമത പാതിരിയുടെ നേതൃത്വത്തിൽ ഒരു വന്ധ്യവയോധികനായ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ജോൺ തൊട്ടുമുറം അച്ഛനെ ക്രൂരമായി ആക്രമിച്ച ദിനമായി വിശ്വാസികൾ കറുത്ത ദിനമായി തന്നെ എന്നും ഓർക്കും. ആ ഭീകര ദൃശ്യങ്ങളിലേക്ക് വിശ്വാസികൾ ഒരിക്കൽ മാത്രമേ നോക്കിയുള്ളൂ. ആർക്കും മുഴുവൻ കാണാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. 82 വയസ്സുള്ള ഒരു പാവം പുരോഹിതനെ തിരുസഭ നിഷ്കർഷിച്ച പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയിൽ ഒരു വിമത ഗുണ്ട പാതിരിയുടെ നേതൃത്വത്തിൽ അക്രമസംഘം ക്രൂരമായി വലിച്ചിഴച്ച് സങ്കീർത്തിയിലേക്ക് തള്ളിയിടുന്നു. വന്ധ്യവയോധികനായ തൊട്ടപ്പുറം അച്ഛൻ മുഖമടിച്ച് കമിഴ്ന്ന് വീഴുകയാണ് ദൃശ്യങ്ങളിൽ. സീറോ മലബാർ സഭയിലെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ പേരിൽ ഇനി എന്തൊക്കെയാണ് നടക്കേണ്ടത്? ഈശോയ്ക്കും സഭയ്ക്കും വേണ്ടി ജീവിക്കുന്ന എത്രയോ പേർ ഇങ്ങനെ അനുദിനം പലയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ആശ്വസിക്കുകയാണ് ആ വന്ധ്യവയോധികനായ പാതിരി. വിശുദ്ധ കുർബാനയോടും ബലിപീഠത്തുമുള്ള കടുത്ത അവഹേളനം തന്നെയാണിതും. വിശ്വാസ സമൂഹം മുഴുവൻ ഒരുമിച്ച് നിന്ന് പരിഹാരകൃത്യം ചെയ്യേണ്ട വലിയൊരു തിന്മ അത് എറണാകുളത്ത് നടന്നിരിക്കുന്നു. ഇത്രയും വലിയൊരു അവഹേളനം സഭയിൽ നടന്നിട്ട് 2 പകലുകളും ഒരു രാത്രിയും കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സഭയുടെ ഔദ്യോഗിക തലത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു മെത്രാനോ ഇതുവരെ ഇതിനെ അപലപിച്ചുകൊണ്ട് ഒരു വാക്കുപോലും ഒരിടത്തും പറഞ്ഞതായി കേൾക്കുന്നില്ല. ഒരു മോഷ്ടാവ് പള്ളിയിൽ കയറി ബലിപീഠത്തോടും വിശുദ്ധ വസ്തുക്കളുടെ അതിക്രമം കാണിച്ചാൽ പോലും പരിഹാര കൃത്യങ്ങൾ ചെയ്യുന്ന പാരമ്പര്യമുള്ള സഭയാണിത്. എന്നാൽ ഒരു വൈദിക വേഷധാരിയുടെ സാന്നിധ്യത്തിൽ വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നവരിൽ ഇത്രയും ഗൗരവമായ തിന്മ ബലിപീഠത്തിനും വിശുദ്ധ കൂദാശയ്ക്കുമെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ന് അപലപിക്കാൻ പോലും സഭയിലെ ഏതെങ്കിലും ഒരു മെത്രാന് തോന്നിയില്ല എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണെന്ന് പല മുതിർന്ന വൈദികരും പറയുന്നു. എറണാകുളത്തെ വിമതരെന്ന് വിളിക്കപ്പെടുന്ന വൈദിക വേഷധാരികൾക്ക് അടിസ്ഥാന വിശ്വാസവും ധാർമ്മികതയും പട്ടത്തിൻ്റെ മേന്മയോ മഹിമയോ ഒന്നുമില്ലെന്ന് ഓരോ ദിവസവും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ അവർ തുറന്നുകൊണ്ടേയിരിക്കും. എന്തെല്ലാം കള്ളങ്ങൾ പള്ളിക്കകത്തുനിന്ന് പോലും വിളിച്ചു പറഞ്ഞ് അവർ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ. എന്നിട്ടും നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമെതിരെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ റീലുകളും ഷോർട്സുകളും ട്രോളുകളുമൊക്കെ നിരത്തി വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇടുന്ന മെത്രാന്മാർ തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന സഭയുടെ ഉള്ളിൽ നടക്കുന്ന ഇത്തരം തിന്മകൾക്കെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? സഭയുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ അവഹേളിക്കപ്പെട്ടപ്പോൾ നിശബ്ദത പാലിക്കുന്നത് എത്രമാത്രം ഉത്തരവാദിത്തരഹിതമായ പ്രവൃത്തിയാണെന്ന് അഭിമന്യ പിതാക്കന്മാർ ഒന്നോർക്കണം. സഭയെ സ്നേഹിക്കുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന, നെഞ്ചിലേറ്റി നടക്കുന്ന വിശ്വാസികൾ ഇന്ന് വീണ്ടും തീരാ നിരാശയിലും ദുരിതത്തിലുമാണ്. അത് സഭയുടെ ഭാവിയെക്കുറിച്ച് ഓർത്തല്ല, മുന്നിൽ നിന്ന് നയിക്കുന്നവരുടെ കെടുകാര്യസ്ഥതയും കുടിലതയും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ഓർത്ത് വിഷമിച്ചിട്ടാണ്. സഭയെ നിരന്തരം കളങ്കപ്പെടുത്തുന്ന ഘടകങ്ങളെ ഇനിയും ക്ഷമയും വിട്ടുവീഴ്ചയുടെയും പേരും പറഞ്ഞ് വിട്ടുകൊടുക്കാൻ പക്ഷേ വിശ്വാസികൾ തയ്യാറല്ല എന്ന് ഓർത്തോണം. ഇനിയും ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അനുരഞ്ജനത്തിൻ്റെ പേരും പറഞ്ഞ് വട്ടമേശ സമ്മേളനത്തിൽ ചെന്നിരുത്താനും 200 പേജ് നോട്ട് ബുക്കിൽ എന്തൊക്കെ വേണമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാനും ഒക്കെയാണ് മെത്രാന്മാർ ഇനിയും തുനിയുന്നതെങ്കിൽ അത് വിശ്വാസികൾക്ക് ഉള്ള കാലം അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കണം. രക്തസാക്ഷികളെ സൃഷ്ടിക്കേണ്ടത് പള്ളി അങ്കണത്തിനുള്ളിൽ വച്ചല്ലെന്ന് മെത്രാന്മാരും ഓർക്കണം, പിതാക്കന്മാർ ഓർക്കണം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.